അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ Celebrating 50 magical years. Ladha Textiles, Main Road, Kattapana. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ച് പറഞ്ഞ കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കില്ല വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. ഇവിടെ നിനക്കുള്ള കിടുക്കി ഡ്രസ്സ് കൊണ്ട് നീ ആ പെട്രോളിലോട്ട് ചെല്ലി. ഇവിടെ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. Jewelry, Kottayankada, Todupuzha, Kattapana, Adimali, Nellingandam. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡാന ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡാന ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KJS ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൺ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇടുക്കിനെറ്റ് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏറെ ഹൃദയവേദനയോടുകൂടിയാണ് ഇത്തവണ ഞങ്ങൾ ന്യൂസ് ഹൈലൈറ്റ്സുമായി പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 142 അടിയാക്കി ജലനിരപ്പ് ഉയർത്തുവാൻ തമിഴ്നാടിനെ അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്കെതിരെ കേരളം സമർപ്പിച്ചിരുന്ന റിവ്യൂ ഹർജി സുപ്രീംകോടതിയുടെ പ്രത്യേക ബെഞ്ച് തള്ളി. ഇത് 40 ലക്ഷത്തോളം വരുന്ന തീരദേശവാസികൾക്കൊപ്പം ഞങ്ങൾക്കും നടുക്കമായി. ഈ വാർത്ത
വേദനയോടുകൂടി തന്നെ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച വിഷയത്തിൽ കേരളത്തിന് തുടരെ പ്രഹരങ്ങൾ നൽകിക്കൊണ്ടാണ് തമിഴ്നാട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് തമിഴ്നാട് നിയമസഭ ഏറ്റവും ഒടുവിൽ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. ബേബി ഡാം അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം ജലനിരപ്പ് നിലവിലുള്ള 142 അടിയിൽ നിന്നും 152 അടിയാക്കി ഉയർത്താമെന്ന് സുപ്രീംകോടതി ഉത്തരവുണ്ട്. ഇത് നിറവേറ്റുവാൻ കേരളം തയ്യാറാവണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് നിർദ്ദേശം നൽകണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ജലനിരപ്പ് ഉയർത്തുന്നതിനെതിരെ കേരളം മുൻപോട്ട് വയ്ക്കുന്ന തടസ്സവാദങ്ങൾ പ്രമേയം നിഷ്കരണം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തമിഴ്നാടിന് അനുകൂലമായി സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിക്കെതിരെ കേരളം നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നിയമസഭാ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. തമിഴ്നാട് അവതരിപ്പിച്ച പ്രമേയത്തിലെ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുവാൻ അനുവദിക്കണം. ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിനും തുടർന്നുള്ള നടപടികൾക്കും കേരളത്തിന്റെ പിന്തുണ വേണം. തമിഴ്നാട് മുഖ്യമന്ത്രി പനീർശെൽവം അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ജലനിരപ്പ് 142 അടിയാക്കിയത് തമിഴ്നാട്ടിലെ ജനങ്ങളെ ഏറെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട്. ഇതിന് പ്രയത്നിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയോട് പ്രമേയം നന്ദി പറയുന്നുണ്ട്. DMK അംഗം ദുരൈമുരുകൻ പ്രമേയത്തിൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചത് സഭ തള്ളിക്കളഞ്ഞു. ദുരൈമുരുകന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് DMK അംഗങ്ങൾ വാക്കൌട്ടും നടത്തി. ജയലളിതയുടെ പരിശ്രമമാണ് ജലനിരപ്പ് 142 അടിയായി ഉയർത്തുവാനുള്ള അനുമതിക്ക് വഴിയൊരുക്കിയതെന്ന് പനീർശെൽവം പറഞ്ഞു. അധികാരത്തിലിരിക്കുമ്പോൾ DMK ഇക്കാര്യത്തിൽ ഉദാസീനതയാണ് കാണിച്ചതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പനീർശെൽവം കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്ന സുപ്രീംകോടതി ഉത്തരവിനെതിരെ കേരളം സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ ഈ പ്രമേയം അംഗീകരിക്കപ്പെടുന്നത്. അവസാനമായി 1979 കേന്ദ്ര ജലകമ്മീഷൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കേടുപാടുകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് താഴ്ത്തുവാൻ തീരുമാനമുണ്ടായത്. എന്നാൽ ഈ വാദഗതികളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് തമിഴ്നാട് 142 അടിയാക്കി ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന് സുപ്രീംകോടതിയുടെ പിൻബലവുമുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ മറ്റൊരു നടുക്കുന്ന വാർത്ത കൂടി അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലെത്തി. മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും 152 അടിയാക്കി ഉയർത്തുവാൻ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി. ഈ വാർത്തയും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കേരളത്തിന്റെ പുനഃപരിശോധനാ ഹർജിക്കെതിരെ തമിഴ്നാടും മുല്ലപ്പെരിയാർ നിരീക്ഷണ സമിതി അധ്യക്ഷനും മുൻപോട്ട് വച്ച വാദം സുപ്രീംകോടതി അംഗീകരിക്കുകയായിരുന്നു. അണക്കെട്ടിന് ബലക്ഷയമില്ലെന്നും അതിനാൽ ജലനിരപ്പ് 142 അടിയായി നിലനിർത്തുന്നതിൽ അപാകതയില്ലെന്നും നിരീക്ഷണ സമിതി അധ്യക്ഷൻ വ്യക്തമാക്കി. ജലനിരപ്പ് ഉയർത്തുവാൻ ഭരണഘടനാ ബെഞ്ച് നേരത്തെ തമിഴ്നാടിന് അനുമതി നൽകിയിരുന്നു. പുനഃപരിശോധനാ ഹർജി തള്ളിയെങ്കിലും കേരളം മുൻപ് സമർപ്പിച്ച ഒരു ഇടക്കാല ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ നേടിയെടുക്കുവാൻ കേരളത്തിന് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ നിവാസികൾക്ക് വലിയ ആശ്വാസമാകും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ മുഴുവൻ ഷട്ടറുകളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ജലനിരപ്പ് ഉയർത്താവൂ. തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിലെ സംഭരണശേഷി ഉറപ്പാക്കുകയും വേണം. കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി അധ്യക്ഷനായി എത്തുന്ന LAV നാഥൻ തമിഴ്നാട് സ്വദേശിയായതിനാൽ കേരളത്തിന് നീതി ലഭിക്കില്ലെന്ന പരാതിയും കേരളം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മുല്ലപ്പെരിയാറിൽ കൂടുതൽ ടണലുകൾ സ്ഥാപിച്ച് തമിഴ്നാട്ടിലേക്ക് കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന നിരീക്ഷണ സമിതിയുടെ നിർദ്ദേശവും കേരളം ചൂണ്ടിക്കാട്ടി. കോടതിയിൽ നിന്നും അനുകൂല വിധി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിന് ഇനിയുള്ള പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുമായുള്ള സൌഹൃദം മുതലെടുത്ത് ഇവരെ അനുനയിപ്പിക്കുവാനുള്ള സമ്മർദ്ദമാണ് കേരളം നടത്തേണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ഇതിനായി വൈകാതെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കും എന്നാണ് സൂചന. കേരളത്തിന്റെ വാദഗതികൾക്കെല്ലാം അതീശത്വം പുലർത്തിക്കൊണ്ട് തമിഴ്നാട് പ്രതിപ്രവർത്തനങ്ങൾ സജീവമാക്കുമ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുവാൻ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ആദ്യമായി മുല്ലപ്പെരിയാർ സമരസമിതിയുടെ വൈസ് ചെയർമാൻ CJ ജോൺസൺ എത്തിയിരുന്നു. അദ്ദേഹവുമായുള്ള ആ വിഷയ സംവാദത്തിലേക്ക് ഒരെത്തിനോട്ടം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ സുപ്രീംകോടതി അനുവദിച്ച 142 അടിയിൽ നിന്നും 152 അടിയിലേക്ക് ഉയർത്തണമെന്നാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. കേരളം സമർപ്പിച്ച റിവ്യൂ ഹർജി സുപ്രീംകോടതി തള്ളുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തുടരെ പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്.
എങ്ങനെ നോക്കിക്കാണുന്നു ഈ പ്രശ്നത്തെ താങ്കൾ? മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതി വിധി കേരളത്തിന് എതിരായിരുന്നു. അതിനുശേഷം ജലനിരപ്പ് 142 അടി ആക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അതും പ്രകാരം അവർ നടപ്പിലാക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കേരളത്തിലെ ജനങ്ങളെ പ്രകോപനപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിലെ ഭരണാധികാരികളെയും കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ ജനപ്രതിനിധികളെയും എല്ലാം പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ 152 അടി ആക്കാം എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിനോട് എന്തുമാകാമെന്നുള്ളൊരു ധാരണ തമിഴ്നാടിന് അവരുടെ മനസ്സിൽ കടന്നു. ജോൺസൺ, ഈ വിഷയത്തിൽ പരമോന്നത നീതിപീഠവും നിയമവും എല്ലാം തന്നെ ഏകദേശം കേരളത്തിന്റെ വാദഗതികൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു സുപ്രീം പവർ കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിഹാരമുണ്ടാവുകയുള്ളൂ. ഈ അണക്കെട്ടിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ 119 വർഷം പിന്നിടുന്ന അണക്കെട്ടിന് ബലക്ഷയമില്ല എന്ന് ലോകത്ത് ഒരു ശാസ്ത്രജ്ഞരും വിലയിരുത്തില്ല. അതിനിടയിലാണ് ഇത്തരം വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നത്. കേരളത്തിനെതിരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഇടപെടൽ. 40 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണവുമായി പുതിയ ഡാം പുതിയ കരാർ എന്ന മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു സമരസമിതി. ഈ സമരത്തിന് യാതൊരു നീതിയും ലഭിക്കുന്നില്ല. ഇനി എന്താണ് ഒരു പരിഹാരം? ഈ ഡാം 120 വർഷം മുമ്പ് ഇത് പണിതത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ്. അന്ന് 60 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇതിന് പറഞ്ഞിരുന്നത്. 60 വർഷം പോയിട്ട് ഇപ്പോൾ 120 വർഷം ആയിരിക്കുകയാണ്. സുർക്കി മിശ്രിതമൊക്കെ ഒഴുകിപ്പോയി കല്ലേട്ടായി മാറിയിരിക്കുകയാണ്. അതിന്റെ പുറത്തുകൂടെയുള്ള ഒരു ബലപ്പെടുത്തൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ ജലം കിടക്കുന്ന ആ സൈഡിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് നേവിയുടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് അതിന്റെ അടിവശം പരിശോധിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേനും അതിനെ സമ്മതിക്കാതെ തമിഴ്നാടിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ നേവിയിലെ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു കൊണ്ടുപോയത് അതിന്റെ ഒരു തെളിവാണ്. അപ്പോൾ ഡാം ബലക്ഷയമാണെന്നുള്ള കാര്യം സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. റൂർക്കി IIT അതുപോലെ ഡൽഹി IIT തുടങ്ങിയ പഠന കേന്ദ്രങ്ങൾ എല്ലാം ഈ ഡാം അപകടാവസ്ഥയിലാണെന്നുള്ള കാര്യം അവരുടെ പഠന വിധേയമായി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ വേണ്ടത്ര തെളിവുകൾ നമുക്ക് സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല. അതിന്റെ ഫലമായിട്ട് നമുക്ക് എതിരായിട്ടുള്ള ഒരു വിധി വന്നു. പക്ഷെ വീണ്ടും നമുക്ക് കേരളത്തിന് ഇനി ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയൊക്കെ ഉണ്ട് ഈ ഇരു സംസ്ഥാനങ്ങളെയും കൂടെ വിളിച്ചിരുത്തി സംസാരിച്ച് ഇതിനൊരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളെ മുന്നിൽ കാണുന്ന ഇനി ഏക ഒരു പോംവഴി. 2006 ഡിസംബർ 25 ഇതേ വിഷയത്തിൽ തന്നെ സമരം ആരംഭിച്ചതാണ് മുല്ലപ്പെരിയാർ സമരസമിതി. വളരെ ജനലക്ഷങ്ങൾ ചപ്പാത്തിലേക്ക് ഒഴുകിയെത്തിയ ചില ദൃശ്യങ്ങളും നമുക്ക് മുൻപിലുണ്ട്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സമരത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടി വരും. എന്താണ് സമരസമിതിക്ക് ഇനിയിപ്പോൾ വാർഷികാഘോഷം എത്തുന്നു? 2006 ഡിസംബർ 25 ഇപ്പോൾ ഡിസംബർ 25 ആകാൻ കേവലം വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. സമരസമിതിയുടെ ഏതെങ്കിലും പുതിയ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട്? സമരപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടർന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2900 ദിവസത്തോളമായി നമ്മൾ ഈ റിലേ നിരാകാര സമരം തുടർന്നു വരികയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ ഏതെങ്കിലും സമരം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. സമരം മുൻപോട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നവരെ തുടരാൻ തന്നെയാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. 2020 ഈ വരുന്ന 8 വർഷം പൂർത്തിയാകുന്ന ഡിസംബർ 25 തീയതിയുള്ള സമരപരിപാടികളെ സംബന്ധിച്ച് ആലോചിച്ച് വരുന്ന ആഴ്ച കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിക്കും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നന്ദി ശ്രീ CJ ജോൺസൺ സ്റ്റുഡിയോയിലെത്തി പ്രതികരിച്ചതിന്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും തമിഴ്നാട് അതിവേഗം കുറയ്ക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഏറ്റവും നിർണായകമായ ഭാഗമായ ബേബി ഡാമിന്റെ ബലക്ഷയം തന്നെ. തികച്ചും കൽക്കെട്ടുകൾ മാത്രമായ ബേബി ഡാമിന് ബലക്ഷയമുണ്ട് എന്ന് പൂർണ്ണമായും ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ബേബി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്ന ഗൂഢലക്ഷ്യമാണ് തമിഴ്നാടിനുള്ളത്. ഇതിന്റെ പേരിൽ ബേബി ഡാമിലെ ജലനിരപ്പ് തമിഴ്നാട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് താഴ്ത്തുവാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയിട്ടുള്ളത്. ബേബി ഡാമിലെ അറ്റകുറ്റപ്പണികൾ ലക്ഷ്യമിട്ട് തന്നെയാണ് തമിഴ്നാട് ജലനിരപ്പ് താഴ്ത്തുന്നത്.
ഏതാനും ദിവസങ്ങളായി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴയില്ലാത്തതിനാൽ നീരൊഴുക്കും കുറവാണ്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ കാര്യമായ കുറവെന്നാൽ വരുത്തിയിട്ടുമില്ല. നവംബർ 21-ന് ജലനിരപ്പ് 142 അടിയിൽ എത്തിച്ചതിന് ശേഷമാണ് തമിഴ്നാട് ജലനിരപ്പ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. അണക്കെട്ടിന് കേരളം വാദിക്കുന്നതുപോലെ ബലക്ഷയമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തമിഴ്നാട് 142 അടിയിൽ ദിവസങ്ങളോളം ജലനിരപ്പ് ഉയർത്തി നിർത്തിയത്. ബേബി ഡാമിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ കണക്കെടുക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. ജലനിരപ്പ് 136 അടിക്ക് താഴെ എത്തിയാൽ അത് ചെയ്യാമെന്ന് തമിഴ്നാട് സമ്മതിച്ചിട്ടുമുണ്ട്. ജലനിരപ്പ് കുറച്ച് ഈ ജോലികൾ ചെയ്യുന്നതിന്റെ മറവിൽ ബേബി ഡാമിന്റെ അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ കൂടി ചെയ്യാമെന്നാണ് തമിഴ്നാടിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി പോലെയുള്ള ഒരു സുപ്രീം പവർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടെങ്കിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ കേരളത്തിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം സംജാതമാകൂ എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ നിലനിൽക്കുന്നു. പക്ഷേ ജനങ്ങളെല്ലാവരും ഹതാശരായി കഴിഞ്ഞു. ഭരണകൂടത്തിന്റെയും നീതിപീഠത്തിന്റെയും മുൻപിൽ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തോടെ മുല്ലപ്പെരിയാർ തീരദേശവാസികൾ 40 ലക്ഷത്തോളം പേർ ഖിന്നരാണ്. ഇനി ഒരത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് കേരള ജനത ഒന്നാകെ, കൂടെ ഞങ്ങളും. മതപരിവർത്തനത്തിന്റെ കഥകൾ കുറെ കാലമായി നമ്മുടെ നാട്ടിൽ കേൾവിയില്ലായിരുന്നു. എന്നാൽ ഏറ്റവും പുതിയതായ ഒരു വാർത്ത ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചു. അടിമാലിക്ക് സമീപമുള്ള ആദിവാസി കുടിയിലെ പാവപ്പെട്ട ആദിവാസികളെ ചില അവശ്യ സാധനങ്ങൾ, പ്രത്യേകിച്ചും വസ്ത്രം, തുണി എന്നിവ നൽകിക്കൊണ്ട് മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നതാണ് ഈ വാർത്ത. മറുപക്ഷം ഇതിനെതിരെ വാദിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഞങ്ങൾ ഈ വാർത്ത ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പടിക്കപ്പ് കുടിയിലാണ് ആദിവാസി സമുദായമായ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആളുകളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണവുമായി വനവാസി സംഘടന രംഗത്ത് വന്നിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇവർ ആദിവാസി വീടുകൾ കയറി അരിയും വസ്ത്രവും നൽകി ആദിവാസികളെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയാണ് എന്നും ഇവർ ആരോപിക്കുന്നു. ഞങ്ങൾ ആദിവാസി മാത്രം ഇവിടെ ജീവിക്കാനുള്ള ഒരു ഇടമാണ്. ഇന്ന് ഞങ്ങള് ഈ പ്രാർത്ഥനക്കാർ വന്നിട്ട് ഞങ്ങൾ ഓരോരോ വീടുകളിലും കയറി തുണി തരാം, അരി തരാം, നിങ്ങൾക്ക് എല്ലാ കൂട്ടം തരാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടുകയും ഞങ്ങൾ മതപരിവർത്തനം ചെയ്യുകയാണ് ചെയ്തും കൊണ്ടുവരുന്ന ചൂഷണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾ ഊരിയില് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് പാടില്ല. എന്നാൽ 17 വർഷത്തോളമായി ഇവിടെ തങ്ങൾ പ്രവർത്തിക്കുന്നതാണെന്നും തങ്ങളെ ആരും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിട്ടില്ലെന്നും തങ്ങൾ ഇപ്പോഴും മുതുവാൻ സമുദായത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്നും മറുഭാവവും ബാധിക്കുന്നു. 10-17 വർഷക്കാലമായിട്ട് ഞങ്ങളിവിടെ നിരന്തരമായിട്ട് ആരാധനയായി കഴിഞ്ഞു വരുന്നതാണ്. അതിന്റെ ആദ്യ മൂലം പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയാണ്. ഇതിന്റെ ആദ്യമത്തെ ഈ ആരാധനയ്ക്ക് ഞങ്ങൾക്കൊരു അവസരം തരാനായിട്ട് ഒരിട വരുത്തിയതാണ് ഞങ്ങളുടെ അമ്മയാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, വളരെ ശ്വാസം മുട്ടി നടന്നിരുന്നത്. അങ്ങനെ ഈ വിശ്വാസത്തെ കടന്നു വരികയും ഏകദേശം നാളുകൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 5 വർഷവും കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വളരെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോയി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ മക്കളായിരുന്നു. ഞങ്ങളിങ്ങനെ തുടർന്നാനായിട്ട് ഈ ആരാധന അങ്ങനെ അങ്ങോട്ട് വളർത്തി. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10-17-18 വർഷങ്ങളായി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയമായും സാമൂഹികവുമായുമുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നവരാണ് ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങൾ, പ്രത്യേകിച്ചും സാധാരണക്കാരായ ഭൂരിപക്ഷം പേരും. എന്നാൽ മതത്തിനു വേണ്ടിയുള്ള ചൂഷണങ്ങൾക്ക് കൂടി ഇപ്പോൾ വിധേയരാകുകയാണ് ആരോരും ആശ്രയത്തിനില്ലാത്ത പാവപ്പെട്ട ആദിവാസികൾ. ഒരു കാരണവശാലും ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിച്ചു കൊടുക്കുവാൻ പാടുള്ളതല്ല. കാരണം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ടൂറിസം മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഭൂമാഫിയകളുടെ ഇടപെടലുകൾ ഇടുക്കിനെറ്റ് വാർത്തകൾ ആരംഭിച്ച കാലം മുതൽ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി ഞങ്ങൾ മറ്റൊരു വാർത്തയും പ്രേക്ഷകരുടെ സമക്ഷം എത്തിച്ചു. മറ്റൊന്നുമല്ല, നെടുങ്കണ്ടത്ത് സമീപമുള്ള അതീവ ജൈവ വൈവിധ്യ മേഖല ഭൂപ്രകൃതിയെ വെച്ച് നോക്കുമ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഭൂവിഭാഗം കയ്യേറ്റത്താൽ ആക്രമിക്കപ്പെടുകയാണ്. നെടുങ്കണ്ടത്തിന് സമീപം പരിവർത്തനമേട് കൈലാസപ്പാറ മലനിരകളിൽ 40 ഹെക്ടറോളം സ്ഥലത്താണ് റവന്യൂ ഭൂമി ഇടിച്ചു നിരത്തി വൻ കയ്യേറ്റം നടക്കുന്നത്. കുഞ്ചിത്തണ്ണയിലുള്ള റിസോർട്ട് മാഫിയാണ് ഇതിനു പിന്നിൽ. ജൈവ പ്രാധാന്യമുള്ള 3ഓളം മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തിയാണ് റിസോർട്ട് നിർമ്മാണം. പശ്ചിമഘട്ട മലനിരകളിലെ അതീവ ലോല പ്രദേശങ്ങളിൽപ്പെടുന്ന മൊട്ടക്കുന്നുകളാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത്
മൈനിംഗ് ആക്ട് അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധ്യമല്ല. പരിവർത്തനമേട് ഭാഗത്തുള്ള 4.5 ഏക്കർ പട്ടയഭൂമിയുടെ മറവിലാണ് ഹെക്ടർ കണക്കിന് ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മാണം തകൃതിയിൽ നടക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റുകൾക്കായി താൽക്കാലിക കോട്ടേജുകളും ടെന്റുകളും ഒരുക്കിയിട്ടുണ്ട്. സോളാർ പാനലുകളും വൻ ജനറേറ്ററുകളും എക്സ്കവേറ്ററുകളും ഉപയോഗിച്ചാണ് ഖനന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മൊട്ടക്കുന്നുകളുടെ ഭാഗങ്ങൾ 100 മീറ്ററോളം താഴ്ചയിൽ കുഴിച്ച് നിരവധി റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട്. കടുത്ത വേനലിൽ പോലും ജലം പറ്റാത്ത ജലസ്രോതസ്സിന്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ ചെക്ക് ഡാം നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കൈലാസപ്പാറ, നെടുങ്കണ്ടം, പരിവർത്തനമേട് പ്രദേശങ്ങളിലെ 100 കണക്കിന് ജനങ്ങളുടെ ആശ്രയമാണ് ഇപ്പോൾ അണകെട്ടി അടച്ചിട്ടുള്ളത്. പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന മാംസഭുക്കായ ഡ്രോസിറ എന്ന സസ്യം ഉൾപ്പെടെ 100 കണക്കിന് അപൂർവ ചെടികൾ വളരുന്ന പുൽമേടുകളാണ് ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ചെങ്കീരി, കൂരൻ, മലയണ്ണാൻ തുടങ്ങിയവയുടെ ആവാസകേന്ദ്രമായ നിത്യഹരിത വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ താഴ്വാരവും ഇവിടെ ഇടിച്ചുനിരത്തിയിൽ ഉൾപ്പെടുന്നുണ്ട്. വൻവൃക്ഷങ്ങൾ പിഴുതുമാറ്റിയത് JCB ഉപയോഗിച്ചാണ്. 6 മാസം മുൻപ് കേന്ദ്ര സർക്കാർ പദ്ധതിയായ NCC ബറ്റാലിയൻ ക്യാമ്പിനായി കയ്യേറ്റ സ്ഥലത്തിനടുത്ത് ഭൂമി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇവിടം അതീവ ലോല പ്രദേശമാണെന്നും ജൈവ പ്രാധാന്യ മേഖലയാണെന്നും ചൂണ്ടിക്കാട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചിരുന്നില്ല. ഇതേ പ്രദേശത്തിന് 30 മീറ്റർ മാത്രം അകലെയാണ് ഹെക്ടർ കണക്കായ റവന്യൂ ഭൂമി ഇപ്പോൾ ഇടിച്ചു നിരത്തുന്നത്. എന്നിട്ടും വകുപ്പ് അധികൃതർ അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല. എറണാകുളത്തുള്ള വൻ വ്യവസായിയുടെ കുഞ്ചിത്തണ്ണിയിലെ ബിനാമിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. 5.5 ഏക്കർ ഭൂമിയുടെ മറവിലാണ് ഏകദേശം 20 ഏക്കറോളം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ അതീവ ലോലഭൂമി കയ്യേറ്റത്തിന് വിധേയമാകുന്നത്. അധികൃതർ ഇത് കണ്ടില്ല എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം അധികൃതരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ കയ്യേറ്റങ്ങളെല്ലാം നടക്കുന്നതും. പക്ഷേ ഇടുക്കിനെറ്റ് വാർത്തകൾ കൊണ്ട് ഒരു ഗുണമുണ്ടായി. തഹസിൽദാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് ശ്ലാഘനീയം തന്നെ. ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസിലെ തണ്ടപ്പേർ രജിസ്റ്റർ മോഷണം പോയിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ അതിശയം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് മോഷണം പോയ തണ്ടപ്പേർ രജിസ്റ്റർ വളരെ കൃത്യമായും പുനഃസ്ഥാപിച്ചിരുന്നു. ആ പുതിയ രജിസ്റ്ററാണ് ഇപ്പോൾ മോഷ്ടാക്കൾ കൊണ്ടുപോയിരിക്കുന്നത്. ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ ലക്ഷ്യം വ്യക്തമാണ്. ഒരിക്കൽ കൂടി വാർത്തയിലേക്ക്. ചതുരംഗപ്പാറ, വട്ടപ്പാറ, ആടുകിടന്താൻ എന്നീ സ്ഥലങ്ങളിലെ 48 പേരുടെ ഭൂമി സംബന്ധമായ രജിസ്റ്ററാണ് നഷ്ടപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നതെന്ന് വില്ലേജ് അധികൃതർ പറഞ്ഞു. മുൻവശത്തെ വാതിലിന്റെ പൂട്ട് കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ ഉള്ളിൽ കയറിയത്. 2012-ൽ ഇതേ ഓഫീസിന്റെ വാതിലുകൾ കുത്തിത്തുറന്ന് 21 തണ്ടപ്പേർ രജിസ്റ്ററുകളും മറ്റ് രേഖകളും മോഷ്ടിക്കുകയും ചിലത് കത്തിച്ചു കളയുകയും ചെയ്തിരുന്നു. 3500 പേരുടെ ഭൂസംബന്ധമായ രേഖകളാണ് ഇതുമൂലം നഷ്ടമായത്. ഇതിൽ 1200 എണ്ണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പുനർസൃഷ്ടിക്കപ്പെട്ട തണ്ടപ്പേർ രജിസ്റ്റർ തന്നെ വീണ്ടും മോഷണം പോയത് ദുരൂഹത സൃഷ്ടിക്കുകയാണ്. ചൊവ്വാഴ്ച ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ശാന്തൻപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയുള്ള ഗൂഢപ്രവർത്തനം നടക്കുന്നതായാണ് കരുതുന്നത്. സമസ്ത കോടി ജനങ്ങൾക്കും വേണ്ടി 100 കണക്കായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഹർത്താൽ നടത്തുന്നു. എന്നാൽ തങ്ങൾക്കും ഒരു ഹർത്താൽ അനിവാര്യമാണെന്ന തിരിച്ചറിവിലേക്ക് വ്യാപാരികളുമെത്തി. അങ്ങനെ ഒരു വ്യാപാരി പണിമുടക്ക് അരങ്ങേറി. ഇത് തത്വത്തിൽ ഹർത്താലായി മാറുകയും ചെയ്തു. വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിക്കുന്നത്. വ്യാപാരികൾ നേരിടുന്ന പ്രധാന 9 പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടായില്ലെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ആരോപിച്ചു. നിയമവിരുദ്ധമായ കടപരിശോധനകൾ ഒഴിവാക്കുക, ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക, തുണിത്തരങ്ങളുടെ 2% ടേൺ ഓവർ നികുതി പിൻവലിക്കുക, അളവുതൂക്ക ഉപകരണങ്ങൾ സീൽ വയ്ക്കുന്നത് വൈകിയാലുള്ള പിഴയിലെ അപാകതകൾ പരിഹരിക്കുക, റോഡിന് വീതി കൂട്ടുമ്പോൾ വാടകയ്ക്ക് കച്ചവടം ചെയ്യുന്നവർക്ക് കട നഷ്ടപ്പെട്ടാൽ പുനരധിവാസവും നഷ്ടപരിഹാരവും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സമരം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ജലവൈദ്യുത പദ്ധതികളുടെ നാടാണ് ഇടുക്കി ജില്ല. ഇതിനിടയിൽ ചില ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയാണ് ഇത്. ഇതേക്കുറിച്ചൊരു വാർത്തയും ഞങ്ങൾ സംപ്രേഷണം ചെയ്തു. 4 വർഷം മുൻപാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്.
പദ്ധതി പൂർത്തിയാകുന്നതോടെ 70 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാകും. എന്നാൽ നിലവിൽ പദ്ധതിയുടെ ടണൽ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം എതിർപ്പുകൾ ഉയർന്നിരുന്നുവെങ്കിലും ഇപ്പോൾ 95% സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. പദ്ധതി ആരംഭിക്കുന്നതോടെ ഏറെ വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരുന്ന വാളറ വെള്ളച്ചാട്ടം ഇല്ലാതാകുമെന്നും ചില പരിസ്ഥിതി പ്രവർത്തകരും വാദിച്ചിരുന്നു. ഇത്തരം വാദപ്രതിവാദങ്ങളാണ് 2 ഘട്ടങ്ങളിലായി തീർക്കാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതി നീണ്ടുപോകാൻ കാരണമായത്. തൊട്ടിയാറിൽ ചെക്ക് ഡാം നിർമ്മിച്ച് അവിടെ നിന്നും പെൻസ്റ്റോക്ക് വഴി വെള്ളം കൊണ്ടുപോയി ഡാമിന് സമീപത്ത് തന്നെ സ്ഥാപിക്കുന്ന പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതി. ഇതിനാൽ തന്നെ വാളറ വെള്ളച്ചാട്ടം അതിന്റെ തനത് രീതിയിൽ നിലനിൽക്കും. നിലവിൽ പണികൾ ആരംഭിച്ച് 4 വർഷം പിന്നിട്ടെങ്കിലും 10% ജോലികൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കരാറുകാരനെ കൊണ്ട് ജോലികൾ ചെയ്യിക്കുന്നതിൽ ബോർഡ് കാണിക്കുന്ന അനാസ്ഥയാണ് പദ്ധതി നീളാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ജനുവരി 14 മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും 102 അയ്യപ്പ ഭക്തന്മാരുടെ മരണത്തിനിടയാക്കിയ പുല്ലുമേട് ദുരന്തം നടന്ന കറുത്ത ദിനമാണിത്. പക്ഷേ പുല്ലുമേട് ദുരന്തത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കാനനപാത ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. ഇതിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ ഹിന്ദു സംഘടനകൾ സമരവുമായി രംഗത്തെത്തി. വള്ളക്കടവിലെ ചെക്ക് പോസ്റ്റ് ഇവർ ഉപരോധിക്കുകയും ചെയ്തു. പുല്ലുമേട് ദുരന്തത്തെ തുടർന്ന് അടച്ചിട്ട കാനനപാതയായ ശബരിമല വള്ളക്കടവ് റോഡ് അയ്യപ്പ ഭക്തർക്കായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നടന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി ദേവചൈതന്യ. പുല്ലുമേട് ദുരന്തം നടക്കുമ്പോൾ 250 പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്ഥലത്ത് കേവലം 6 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. തേക്കടി ബോട്ട് ദുരന്തമുണ്ടായി മാസങ്ങൾക്കകം തടാകത്തിൽ ബോട്ട് സർവീസ് ആരംഭിച്ച സർക്കാർ പുല്ലുമേട് ദുരന്തം നടന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ പാതയിലൂടെ അയ്യപ്പ ഭക്തർക്ക് സഞ്ചാരം നിഷേധിക്കുകയാണ്. അയ്യപ്പ ഭക്തരെ വലയ്ക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമാണുള്ളതെന്നും ദേവചൈതന്യ പറഞ്ഞു. പരമ്പരാഗതമായ പാതയായിട്ടുള്ള ഈ റോഡിലൂടെ അയ്യപ്പ ഭക്തരെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചു വരുന്ന അയ്യപ്പന്മാരെ തെരഞ്ഞു പിടിച്ച് ചെക്ക് പോസ്റ്റിങ്കിൽ വള്ളക്കടവിൽ തടഞ്ഞു നിർത്തി ഇറക്കി വിടുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ഇക്കാലത്തിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം തന്നെ വള്ളക്കടവിൽ തടയുന്നു എന്ന് മാത്രമല്ല, അതിന്റെ വിരോധാഭാസം എന്ന് പറയുന്നത് മറ്റ് സ്വകാര്യ വാഹനങ്ങൾ, വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ, KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, പത്തനംതിട്ടയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ഇവയെല്ലാം കടത്തിവിടും. ശരിക്കും പറഞ്ഞാൽ ശബരിമല തീർത്ഥാടനവുമായി ഒരു അവലോകന യോഗം പോലും ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്തിട്ടില്ല. ശബരിമല തീർത്ഥാടനത്തോട് കടുത്ത അവഗണനയും വിവേചനവും കാട്ടുകയാണ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന അയ്യപ്പന്മാർക്ക് ശരണം വിളിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ പുല്ലുമേട്ടിൽ 2011 ജനുവരി 14 രാത്രി 8 മണിയോടെയാണ് പുല്ലുമേട് ദുരന്തം ഉണ്ടായത്. മകരജ്യോതി ദർശനം കഴിഞ്ഞ് ഇറങ്ങിവന്ന 102 അയ്യപ്പ ഭക്തരാണ് ദുരന്തത്തിൽ മരണമടഞ്ഞത്. പുല്ലുമേട് ദുരന്തം നടന്നതിനെ തുടർന്നാണ് പ്രധാന കാനനപാതയായ കോഴിക്കാനം പുല്ലുമേട് പാത അടച്ചിട്ടത്. ശബരിമല പരമ്പരാഗത തീർത്ഥാടന പാതയായ കോഴിക്കാനം റോഡ് തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കുക, പുല്ലുമേട് ദുരന്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുക, അയ്യപ്പ ഭക്തരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം. പരമ്പരാഗത പാതയായി ഇതുവഴി നിരവധി വിനോദസഞ്ചാരികളും തോട്ടം തൊഴിലാളികളും നിരവധിയായ സ്വകാര്യ വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട്. എങ്കിലും അയ്യപ്പ ഭക്തർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അയ്യപ്പ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ കുമളി മുതൽ സത്രം വരെ ഒരുക്കിയിട്ടുമില്ല. ഇതിനെ തുടർന്നാണ് സമരവുമായി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയത്. ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി KP സജീവൻ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് PS അനൂപ്, BMS മേഖലാ സെക്രട്ടറി ഭുവനചന്ദ്രൻ, അയ്യപ്പ സേവാ സംഘം യൂണിയൻ സെക്രട്ടറി വിജയബാബു, വള്ളക്കടവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് മണിമോഹൻ തുടങ്ങി വിവിധ സംഘടനാ നേതാക്കളും ഉപവാസ സമരത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്ന ആക്ഷേപം ഈ മണ്ഡലകാലത്തിന്റെ ആരംഭം മുതൽ തന്നെ അരങ്ങേറിയിരുന്നു. കട്ടപ്പനയിലെ ബൈപ്പാസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശയന പ്രദക്ഷിണം നടത്തിയാണ് ഒരു സംഘം ആളുകൾ പ്രതിഷേധിച്ചത്. എന്നാൽ മറുഭാഗത്ത് റോഡ് നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ ഇറക്കിയിരിക്കുന്നു എന്ന വസ്തുത അധികൃതർ പറയുന്നുമുണ്ട്. ഈ വാർത്തയിലേക്ക്. കട്ടപ്പന പാറക്കടവ് പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കുക, റോഡരികിൽ ശബരിമല തീർത്ഥാടകർക്കായുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക, റോഡിന്റെ ജംഗ്ഷനുകളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMSന്റെ നേതൃത്വത്തിൽ ബൈപ്പാസ് റോഡിന്റെ പ്രവേശന കവാടമായ പാറക്കടവിൽ
ശയനപ്രദർശനം നടത്തി പ്രതിഷേധിച്ചത്. കട്ടപ്പന ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുന്ന പാറക്കടവ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കകം തകർന്നു തുടങ്ങി. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളും കാൽനടയാത്രക്കാരും യാത്ര ചെയ്യുന്ന ഈ ബൈപ്പാസ് റോഡിന്റെ നില ഇപ്പോൾ ശോച്യാവസ്ഥയിലാണ്. മണ്ഡലകാലമായതോടെ ടൗണിലെ തിരക്കൊഴിവാക്കാൻ പുളിയമല ഭാഗത്തു നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ ഇതുവഴിയാണ് തിരിച്ചുവിടുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ അയ്യപ്പ ഭക്തന്മാരെയും ഏറെ വലയ്ക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും പരക്കെ ഉയരുകയാണ്. ഇവിടെ ശബരിമല തീർത്ഥാടകരോടുള്ള ഭരണാധികാരികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് BMSന്റെ പ്രവർത്തകർ ഇവിടെ ഒരു ശയന പ്രദർശനം നടത്തുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടകർ നമുക്ക് കേരളത്തിൽ കോടാനുകോടി രൂപയുടെ വരുമാനം നേടിത്തരുന്നതും അതുപോലെ തന്നെ അവർ 41 ദിവസം 60 ദിവസമൊക്കെ വ്രതമെടുത്ത് നോയമ്പ് നോറ്റ് അവർ ശബരിമല ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരെ പരമാവധി പീഡിപ്പിക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്തിന്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ സ്ഥാപിച്ച ബോർഡുകൾ മാത്രമാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് വഴികാട്ടാനുള്ള ഏകമാർഗം. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് BMS പ്രവർത്തകർ. പ്രതിഷേധ പരിപാടികൾക്ക് BMS മേഖലാ സെക്രട്ടറി NB മോഹൻദാസ്, VM പ്രസാദ്, PC സുരേഷ്, അനീഷ് ജോസഫ്, PK പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ ഭരണഘടന കുരുന്നുകൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അവകാശമാണ് വിദ്യാഭ്യാസത്തിനുള്ള മൗലികമായ അവകാശം. എന്നാൽ പെരിഞ്ചാംകുട്ടിയിലെ സർക്കാർ വിദ്യാലയത്തിൽ തന്നെ ഈ അവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അധ്യാപകരില്ല. മാസങ്ങളായി 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ്. അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളെയും ഈ വിഷയം അലട്ടുന്നുണ്ട്. അധ്യയന വർഷത്തിന്റെ 3/4 പങ്കും പിന്നിട്ട് കഴിയുമ്പോഴും പഠിപ്പിക്കുവാനായി അധ്യാപകരില്ലാത്തത് മൂലം പഠനം അവതാളത്തിലായിരിക്കുകയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾക്ക്. പെരിഞ്ചാൻകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. RMSA പദ്ധതിയിൽപ്പെടുത്തി 2013 പെരിഞ്ചാൻകുട്ടി ഗവൺമെന്റ് UP സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തിയത്. ഇതോടെ ആദ്യ വർഷം 8ാം ക്ലാസും 2ാം വർഷമായി ഇക്കൊല്ലം 9ാം ക്ലാസും ആരംഭിച്ചു. എന്നാൽ പിന്നീട് ഇവിടേക്ക് ആവശ്യമായ അധ്യാപകരെ നിയമിക്കാത്തത് മൂലം പഠനകാര്യങ്ങൾ അവതാളത്തിലായി കഴിഞ്ഞു. 8ാം ക്ലാസ്സിൽ 11ഉം 9ാം ക്ലാസ്സിൽ 21 വിദ്യാർത്ഥികളാണ് പഠിക്കാനെത്തുന്നത്. ചെമ്പകപ്പാറ ടൗണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പെരിഞ്ചാംകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എത്തുന്ന വിദ്യാർത്ഥിനികൾ പൂർണ്ണമായും തികച്ചും സാധാരണക്കാരും കൂലിവേലക്കാരുടെയും മക്കളാണ്. അവികസിതമായ തങ്ങളുടെ ഗ്രാമത്തിൽ ഹൈസ്കൂൾ അനുവദിച്ചതിൽ ഏറെ സന്തോഷിച്ച ഈ പ്രദേശത്തെ മാതാപിതാക്കൾ മറ്റ് സ്കൂളുകളിൽ പ്രവേശനം സ്വീകരിച്ച് പഠനം ആരംഭിച്ചിരുന്ന തങ്ങളുടെ കുട്ടികളെ തിരികെ പെരിഞ്ചാംകുട്ടിയിൽ കൊണ്ടുവന്ന് ചേർത്ത് സ്കൂളിനോടുള്ള കടമയും കടപ്പാടും നിലനിർത്തുകയായിരുന്നു. എന്നാൽ ഇതോടെ തങ്ങളുടെ കുട്ടികളുടെ ഭാവി തുലാസിലാകുകയാണെന്ന് ഈ പാവം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. അടുത്ത വർഷം SSLC പോലെയുള്ള പൊതുപരീക്ഷകൾ എഴുതേണ്ട 32 കുട്ടികൾ ഒരു ദിവസം പോലും ക്ലാസ്സിൽ പഠനം നടത്താൻ കഴിയാതെ സ്കൂളങ്കണത്തിൽ കളിയും ചിരിയുമായി ദിവസങ്ങൾ തള്ളിവിടുകയാണ്. താൽക്കാലിക ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് സ്കൂളുകളിൽ നിന്നും ഇവിടേക്ക് ചില അധ്യാപകരെ നിയമിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ചിലർ ഓഫീസിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്തു പോവുകയായിരുന്നു. പ്രധാനാധ്യാപകന്റെ ചുമതല ആർക്കും നൽകിയിട്ടില്ലാത്തത് മൂലം മറ്റിടങ്ങളിലേക്കും TC വാങ്ങി പോകാൻ കഴിയാത്ത കുട്ടികൾ ധർമ്മസങ്കടത്തിലാണ്. അധ്യാപകരെ നിയമിക്കുകയോ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാത്തതുമൂലം തങ്ങളുടെ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്ന് മുൻ PTA പ്രസിഡന്റ് ഷാജി മറ്റത്തിൽ പറയുന്നു. പെരിഞ്ചാംകുട്ടിയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ആരംഭിക്കുകയുണ്ടായി. എന്നാൽ നാളിതുവരെ ഒരു അധ്യാപകനെ പോലും നിയമിക്കാതെ വിദ്യാഭ്യാസ അവകാശ ലംഘനത്തിന്റെ നഗ്നമായ ലംഘനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണക്കാരന്റെയും ഗിരിജനങ്ങളുടെയും കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ അധ്യാപകനില്ലാത്ത 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾ, അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ട കുട്ടികൾ ഒരു അധ്യാപകനെ പോലും നിയമിക്കാതെ ഗവൺമെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസം അവകാശമായി പ്രഖ്യാപിച്ച അതേ സർക്കാർ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം തകിടം മറിച്ച സ്ഥിതിയാണ് പെരിഞ്ചാംകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. കേരള കോൺഗ്രസ് തർക്കം നിലനിൽക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ തർക്കം ഏകദേശം ഒരു
ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ബേബി പതിപ്പള്ളി കേരള കോൺഗ്രസ് പ്രതിനിധിയാണ്. ബേബി പതിപ്പള്ളിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവിയെ ചൊല്ലിയുള്ള തർക്കം ഇരട്ടിയാറ്റിൽ UDF പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുന്നു. UDF സംസ്ഥാനത്തിലുടലെടുത്ത തീരുമാനമനുസരിച്ച് കാലാവധി പൂർത്തിയാക്കിയ നിലവിലെ പ്രസിഡന്റ് പദവി ഒഴിവാക്കാൻ തയ്യാറാകാത്തതിനാൽ കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചതായി കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് പ്രസിഡന്റ് G. മുരളീധരൻ പറഞ്ഞു. ഇതിനോടൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി രാജിവെക്കുവാനും തീരുമാനിച്ചു. കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിസന്ധിയിലാക്കിയുള്ള കോൺഗ്രസിന്റെ തീരുമാനം UDFിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ്. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി പതിപ്പള്ളിയുടെ അധികാരമോഹം ഇരട്ടയാറ്റിലെ മുന്നണി സംവിധാനം തകർക്കുന്ന രീതിയിലാണെന്നും മുരളീധരൻ ആരോപിക്കുന്നു. 2 വർഷമായി കോൺഗ്രസിന് അവകാശപ്പെട്ട ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനം അത് തിരികെ നൽകാതെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബേബി പതിപ്പള്ളി ഇരട്ടയാറ്റിലെ UDF സംവിധാനം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന തലത്തിൽ UDF തീരുമാനത്തിന് വിരുദ്ധമായി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിക്ക് ആദ്യ ടൈം നൽകി 2ാം ടൈം കുറവുള്ള UDFിന്റെ സംസ്ഥാന തീരുമാനം. ഈ പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ സ്ഥാനം ആദ്യ 2 വർഷം കേരള കോൺഗ്രസ് എമ്മിനും ബാക്കിയുള്ളത് കോൺഗ്രസിനുമാണെന്ന് ജില്ലാ നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് അവകാശപ്പെട്ട പ്രസിഡന്റിന്റെ സ്ഥാനം വിട്ടുനൽകാൻ ബേബി പതിപ്പള്ളി തയ്യാറാകുന്നില്ല. 4 വർഷം കോൺഗ്രസ് കാട്ടിയ ഔദാര്യം പാർട്ടിയുടെ ബലഹീനമായി കാണരുതെന്നും പഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പന നടന്ന വാർത്താസമ്മേളനത്തിൽ രജനി സജി, ജോസ് വട്ടപ്പള്ളി, തങ്കച്ചൻ കൊല്ലുപറമ്പിൽ, റെജി ഇലിപ്പുലിക്കാട്ട്, ജോസുകുട്ടി, ഷാജി സൗരാങ്കുഴി, SK സിബി, ബിജിമോൾ സജി, തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിനെ മികച്ച ഗ്രാമപഞ്ചായത്താക്കി ഉയർത്തിക്കൊണ്ട് അവാർഡുകൾ വരെ കരസ്ഥമാക്കിയ ബേബി പതിപ്പള്ളിക്കുമുണ്ട് പറയാൻ. അദ്ദേഹം പറയുന്നു, ഇതേ നാണയത്തിൽ പ്രതികരിക്കുവാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇത്തരക്കാരോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നാണ് ബേബി പതിപ്പള്ളിയുടെ മറുപടിയും ഞങ്ങൾ സംപ്രേഷണം ചെയ്തു. മാധ്യമ അവകാശം, മാധ്യമധർമ്മം മുൻനിർത്തി തന്നെ. UDFിലെ ധാരണപ്രകാരമുള്ള കാലാവധി കഴിഞ്ഞിട്ടും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഒഴിയാൻ കേരള കോൺഗ്രസ് പ്രതിനിധിയായ ബേബി പതിപ്പള്ളി തയ്യാറാവുന്നില്ലെന്നും ഇരട്ടിയാറ്റിലെ UDF സംവിധാനം ബേബി പതിപ്പള്ളി തകർക്കുകയാണെന്നുമുള്ള കോൺഗ്രസിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് UDFിന്റെ ജില്ലാ നേതൃത്വമാണ്. UDFിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വമോ പാർട്ടി ജില്ലാ കമ്മിറ്റി നേതൃത്വമോ ഇന്നേ വരെ ഈ നിമിഷം വരെ എന്നോട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു കാലാവധി നിശ്ചയിച്ചതായി അറിയിച്ചിട്ടില്ല. ജോസഫ് ഗ്രൂപ്പ് കൂടിയെത്തിയതോടെ 8 സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടായിട്ടും UDFിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 1 സീറ്റ് വിട്ടു നൽകി വിട്ടുവീഴ്ച ചെയ്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് ബേബി പതിപ്പള്ളി പറഞ്ഞു. കൂടാതെ 3 ജനറൽ സീറ്റുകൾ കൈവശമുണ്ടായിരുന്ന പാർട്ടി ആകെയുള്ള 6 ജനറൽ സീറ്റിൽ 4 സീറ്റുകൾ കോൺഗ്രസിനായി വിട്ടു നൽകിയതായും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഇത്ര കൊല്ലം വീതമെന്ന ധാരണ തെരഞ്ഞെടുപ്പിന് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ പല പാർട്ടികളിൽ മാറി മാറി പ്രവർത്തിച്ചിട്ടില്ല. ഇത് ആരോപണം ഉന്നയിച്ചവരുടെ തന്നെ പാരമ്പര്യമാണ് ബേബി പതിപ്പള്ളി കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയില്ലാത്തതുകൊണ്ടല്ല പ്രതികരിക്കാത്തത്. UDF സംവിധാനത്തിൽ വിള്ളൽ വീഴ്ത്താൻ താൽപര്യമില്ലാത്തതിനാലാണ് നിശബ്ദത പാലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 14ൽ 13 അംഗങ്ങളും UDF പക്ഷത്ത് നിൽക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പഞ്ചായത്തിന്റെ വികസനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. അതിന്റെ തെളിവാണ് ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം ഈ വർഷം ഇരട്ടയാർ പഞ്ചായത്തിന് ലഭിച്ചത് എന്ന ചോദ്യത്തിന് മറുപടിയായി ബേബി പതിപ്പള്ളി ചൂണ്ടിക്കാട്ടി. പാർട്ടി നേതൃത്വം എപ്പോൾ ആവശ്യപ്പെട്ടാലും രാജിവെക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. മാധ്യമ ചരിത്രത്തിൽ പൊന്തൂവൽ ചാർത്തിക്കൊണ്ട് ഞങ്ങളുടെ ശക്തമായ ഒരു ഇടപെടൽ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കേരള വിഷൻ ഇടുക്കി നെറ്റിന്റെ 100ാം ദിനത്തിൽ വളരെ ആകർഷകമായ രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ പ്രാദേശിക വാർത്താ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വനിതാ ചാനൽ ഇടുക്കി നെറ്റ് വിഷൻ പ്രേക്ഷകരിലെത്തി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രാദേശിക വനിതാ ചാനൽ എന്ന അപൂർവ നേട്ടമാണ് കേരള വിഷൻ ഇടുക്കി നെറ്റ് ചാനൽ ഇതോടെ സ്വന്തമാക്കുക. 100 ദിനങ്ങൾക്ക് മുൻപ് ഏറെ പുതുമകളോടെ ആരംഭിച്ച കേരള വിഷൻ ഇടുക്കി നെറ്റ് വാർത്തകൾ ആത്മാർത്ഥമായും ഏറ്റെടുത്ത ഓരോ പ്രേക്ഷകരോടും ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു.
ആധുനിക സാങ്കേതിക തികവിൽ വിവേചനമില്ലാത്ത മാധ്യമ വിചാരം മുഖമുദ്രയാക്കിയ ഞങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയാർന്ന നിരവധി വിഷയങ്ങളാണ് പ്രേക്ഷകരിലെത്തിച്ചത്. കേരള വിഷൻ ഇടുക്കിനെറ്റ് ചാനലിന്റെ വളർച്ചയിൽ ഭീതി പൂണ്ട ഒരുപറ്റം കുടിലതന്ത്രങ്ങളുമായി നടത്തുന്ന ആക്രമണങ്ങളെപ്പോലും അതിജീവിച്ചാണ് ഞങ്ങൾ വനിതാ ചാനൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. സ്ത്രീകളുടെ വിവിധ വിഷയങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് നാളെ വൈകിട്ട് 7:30 ആദ്യ വാർത്താ സംപ്രേഷണം. തുടർന്ന് വൈകിട്ട് 9:30, രാവിലെ 8:30 എന്നീ സമയങ്ങളിലും ഇടുക്കി നെറ്റ് വിഷൻ വാർത്തകൾ സംപ്രേഷണം ചെയ്യും. നാളിതുവരെ ഞങ്ങൾക്ക് നൽകി വന്ന സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ചാനൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന ഞങ്ങൾ എന്നാൽ ഇടുക്കി ജില്ലയിലെ കലാകാരന്മാരെയും കലാകാരികളെയും തിരിച്ചറിയുന്നതിനായി ഒരു റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ആദ്യ ഓഡീഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരള വിഷൻ ഇടുക്കി നെറ്റും CNXN മീഡിയയും സംയുക്തമായാണ് പ്രാദേശിക കലാകാരന്മാരുടെ കഴിവുകൾ പുറത്തുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സ്പോട്ട്ലൈറ്റ് എന്ന റിയാലിറ്റി ഷോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 9 മുതൽ 24 വയസ്സുവരെ പ്രായമുള്ളവരുടെ നൃത്തത്തിലും സംഗീതത്തിലുമുള്ള പരിജ്ഞാനമാണ് സ്പോട്ട്ലൈറ്റ് റിയാലിറ്റി ഷോയിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യ ഓഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി അധ്യക്ഷയായിരുന്നു. CNXN മാനേജിംഗ് ഡയറക്ടറും ഏഷ്യാനെറ്റ് കുവൈറ്റ് പ്രതിനിധിയുമായ നിക്സൺ ജോർജ്, ഇടുക്കി നെറ്റ് ന്യൂസ് ചീഫ് അനിൽ കെ ശിവറാം, CNXN ഡയറക്ടർ ഷാജി കോട്ടയങ്കട, ഇടുക്കി നെറ്റ് പ്രോഗ്രാം ഡയറക്ടർ S സൂര്യലാൽ, ജിതിൻ കോട്ടയങ്കട തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് കലാരംഗത്ത് CNXN ചാനൽ ഇങ്ങനൊരു അവസരം കൊടുത്തേക്കുന്ന വലിയൊരു ചാൻസാണിത്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ നമ്മുടെ കലാരംഗത്ത് ഒരുപാട് പിന്നോക്കമാണ്. പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ നീയാണ്. അത് കേൾക്കത്താനാസൈ പുള്ളിരിയും ഓസൈ, അത് കേൾക്കത്താനാസൈ. ഇടുക്കി നെറ്റ് ചാനലും CNXN ഗ്രൂപ്പും ചേർന്നാണ് ഈ റിയാലിറ്റി ഷോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വരുംകാലങ്ങളിൽ കട്ടപ്പനയിൽ നിന്നും ഇടുക്കിയിലേക്കും, ഇടുക്കി ജില്ലയിൽ നിന്നും കേരളത്തിലേക്കും, കേരളത്തിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഇവിടെ നിന്നുള്ള കൊച്ചു കലാകാരന്മാരും കലാകാരികളും ഉയർന്നു വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ, പ്രാർത്ഥനകളോടെ വിടവാങ്ങുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച കാണും വരെ നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിൻ അഴകോ
മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattappana.